ഹലോ എവരിവൺ, എന്തല്ല എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഞാൻ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്ന് വീട്ടിലും കസിൻസിനെ എല്ലാവരെയും വിളിച്ച് കുറേ നേരം സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ പയ്യെ ഒരു കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. അപ്പോഴാണ് എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നേ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. സോ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ സ്റ്റ്യൂ വെച്ചു. ചിക്കൻ സ്റ്റ്യൂ ബ്രെഡും അതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച്, അതായത് ബ്രഞ്ച്. പിന്നെ ഒരു അടിപൊളി കോഫിയും. ഇതൊരു ലോങ് വീക്കെൻഡ് ആയിരുന്നു, അതായത് ഫ്രൈഡേ മൺഡേ ബാങ്ക് ഹോളിഡേ പ്ലസ് വീക്കെൻഡ്. എന്ത് ചെയ്യാനാ, ഞാനാണെങ്കിൽ വീട്ടിലൊറ്റയ്ക്കും ചിക്കു ആണെങ്കിൽ ഡ്യൂട്ടിയിൽ പോവും. സോ ലിറ്ററലി ഈസ്റ്റർ ഞാൻ വീട്ടിലൊറ്റയ്ക്കായിരുന്നു. ബട്ട് നമുക്ക് ഈവനിങ് ഇന്നൊരു പരിപാടിയുണ്ട്, ലൈക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഈസ്റ്റർ ആഘോഷിക്കാൻ. സോ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ഐറ്റം ഉണ്ടാക്കാമെന്ന്. സ്റ്റാർട്ടേഴ്സ് ആൻഡ് ഡെസേർട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞത്. ആൻഡ് ഡെസേർട്ടായിട്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാനൊരു പ്രോ ബേക്കർ ഒന്നുമല്ല, ബട്ട് ഐ മാനേജ് ടു മേക്ക് ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് എവരി വൺ വിൽ ലവ് ഇറ്റ്. സ്റ്റാർട്ടേഴ്സായിട്ട് ഞാൻ ബട്ടർഫ്ലൈ ചിക്കൻ ആണ് ഉണ്ടാക്കിയത്. ഇറ്റ് ലുക്സ് ഡിലീഷ്യസ് ആൻഡ് ഹോപ്പ് ഇറ്റ് വിൽ ബി യം. അങ്ങനെ ഈവനിങ് ചിക്കു ജോലി കഴിഞ്ഞ് വന്ന് ഫ്രഷായി ഞങ്ങൾ രണ്ടും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്ന് പിന്നെ ഒരുപാട് വർത്താനം പറച്ചിലും ഗെയിംസൊക്കെ ആയി. അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് റിയലി ഫൺ. നമ്മൾ നമ്മുടെ സ്വന്തം ഫാമിലീൻ്റെയും കസിൻസിൻ്റെയും റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നൊക്കെ മാറി വേറൊരു കൺട്രിയിൽ താമസിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതാണ് ഇതുപോലത്തെ ഒരു ഒക്കേഷൻസ് ലൈക്ക് ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയൊക്കെ. പക്ഷേ ഇതുപോലെ ഒരു ഫ്രണ്ട്സ് ഉള്ളത് ഇറ്റ് വാസ് റിയലി ബ്ലെസ്ഡ് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ അബൌട്ട് ഇറ്റ്. എന്തായാലും ഇതൊരു അടിപൊളി മെമ്മറബിൾ ഈസ്റ്റർ ആയിരുന്നു. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. സോ യാ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.